മുട്ടയൊക്കെ വെച്ചിട്ടല്ലേ എപ്പോഴും നിങ്ങളിത് റെഡിയാക്കി എടുക്കാറുള്ളത്. എന്നാൽ നീ മുട്ടയൊന്നും ചേർക്കാത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയുടെ പൊടിയും 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടായിട്ടുള്ള പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഇതുപോലെ അങ്ങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ബ്രെഡ് ഇതുപോലെ അട്ടിക്ക് വെച്ചിട്ടുണ്ട് റെഡിയാക്കി എടുത്തിട്ട്. എന്നിട്ട് ഇതുപോലെ നടുക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇളക്കി ഇതൊന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാവും കേട്ടോ. നമുക്ക് നല്ലൊരു സോസായി കിട്ടും. ഇനി നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ തണുപ്പിക്കാതെ ഒക്കെ കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ഇതുപോലുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് റെഡിയാക്കി നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ.